നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ വ്ളോഗ്സ് ബൈ കിരൺ ബ്ലാക്ക്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ ആണ്. നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഫുൾ ടാൻ അടിച്ച് കരിപൂതം പോലെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ആണ്, എന്നാലും ടാൻ ഭയങ്കരമായിട്ട് കയറി നിൽപ്പുണ്ട്. കണ്ട 2 ദിവസമായിട്ട് കോട്ടയം ആ ഒരു ഏരിയയിലൊക്കെ ആയിരുന്നു വർക്ക്. അപ്പോൾ വണ്ടിക്ക് പോവാം, ഉള്ള കണ്ട വെയിൽ മൊത്തം ഞാൻ കൊണ്ടിട്ടുണ്ട്. സൺസ്ക്രീൻ ഇട്ടിട്ട് പോലും എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. അപ്പോൾ പല പല ലൊക്കേഷനിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റില്ല ആ തിരക്കിൻ്റെ ഇടയ്ക്ക്. എന്നാലും ഞാൻ സൺസ്ക്രീൻ കരുതാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ 2 വീലറിലാണ് പോയത്. അപ്പോൾ അതെ, കൈയൊക്കെ കരിഞ്ഞ് മുഖമൊക്കെ കരിഞ്ഞ് ഒരുവിധമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടാൻ റിമൂവൽ ഫേസ് പാക്ക്, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ടാൻ റിമൂവൽ ഫേസ് പാക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരെണ്ണം കൂടി ഇട്ട് കാണിക്കുന്നുണ്ട്. ടാൻ റിമൂവിൻ്റെ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രൊഡക്റ്റും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്, അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, അതും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടാൻ റിമൂവൽ, വീട്ടിലിരുന്ന് ടാൻ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലേക്ക് പോവാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെ പ്രൊഡക്റ്റാണെന്നൊക്കെ ഞാൻ മിക്സ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ നോർമൽ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക. ഞാൻ കസ്തൂരി മഞ്ഞളാണ് യൂസ് ചെയ്യുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നാരങ്ങ പാതി മുറിച്ചത്, ഒരു നാരങ്ങയുടെ പാതി പിഴിഞ്ഞ് നന്നായിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ തൈര്. ഇപ്പോൾ തൈര് അലർജി ഉള്ളവർ, മുഖക്കുരു വരാൻ ചാൻസ് ഉള്ളവരാണെങ്കിൽ തൈര് യൂസ് ചെയ്യണം എന്നില്ല. അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ബാക്കിയെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയും കൂടി ലിക്വിഡ് വേണമെന്നുണ്ടെങ്കിൽ, ഇത് മിക്സ് ചെയ്യാൻ ഇത്തിരി പാടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. റോസ് വാട്ടർ ആവശ്യത്തിന്, ഒരു പേസ്റ്റ് രൂപത്തിലാവാനായിട്ട് വേണമെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്തിട്ട് അത് മിക്സ് ചെയ്ത് നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ ടൈപ്പ് കോൺസിസ്റ്റൻസി വേണം. അതനുസരിച്ച് നമുക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് നൈസായിട്ട് ഫേസ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ കണ്ടല്ലോ. എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തത്? കടലമാവ്, കസ്തൂരി മഞ്ഞൾപ്പൊടി, നാരങ്ങയുടെ ഹാഫ്, പിന്നെ തൈര് 2 സ്പൂൺ, പിന്നെ ആവശ്യത്തിന് മിക്സ് ചെയ്തെടുക്കാൻ റോസ് വാട്ടർ. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇത് ഞാൻ ഡയറക്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കണ്ണിട്ട് ചുറ്റും ഒഴിച്ച് ബാക്കി എല്ലായിടും. ഇത് നമുക്ക് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ട് കഴുത്തിലും ഞാൻ കയ്യിലും ഇടുന്നുണ്ട്. അപ്പോൾ അത് ഫുൾ അപ്ലൈ ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാൻ ഫുൾ ഫേസിലും കഴുത്തിലും കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയുക. അത്രേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. പിന്നെ ഇത് നമുക്കൊരു പെട്ടെന്നൊക്കെ ഒരു ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ ചെയ്യാൻ പറ്റിയൊരു മിക്സാണ് ഈ ഒരു ടാൻ റിമൂവലാണ്. ഇത് നല്ല റിസൾട്ട് കിട്ടുന്നൊരു സാധനം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു എക്സ്ട്രാ, ഇതിപ്പോൾ ഒരു ടാൻ റിമൂവ് മാത്രമാണ്, പിന്നെ നമുക്കൊരു സ്കിന്നിനൊന്ന് ഗ്ലോയും ഒരു ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു പ്രൊഡക്റ്റും കൂടി പരിചയപ്പെടുത്താം. ഇത് ഇട്ടതിന് ശേഷം, ഇത് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം അത് ഒരു 10 to 15 മിനിറ്റ്സ് 15 മിനിറ്റ്സോളം ഒരു പാക്ക് പോലെ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കണമല്ലോ. നമുക്ക് ഒരു പ്രൊഡക്റ്റാണ്, ഇതൊരു ബ്രാൻഡ് പ്രൊമോഷൻ അല്ല കേട്ടോ, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാനത് ഇടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുമ്പോൾ അത് ഇടുമ്പോൾ അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നേ ഉള്ളൂ. നിങ്ങളത് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. എക്സ്ട്രാ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് നമുക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യണത് നല്ല പ്രൊഡക്റ്റാണ്, നല്ലൊരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. ഞാൻ എല്ലാം യൂസ് ചെയ്യുന്ന ആ ഒരു കമ്പനിയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാ ആ ബ്രാൻഡ് എന്ന്. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് കൊടുക്കാം കേട്ടോ. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അങ്ങനെ അരമണിക്കൂറായിട്ടുള്ളത് നല്ലപോലെ സ്കിന്നിൽ ഒട്ടിപ്പിടിച്ചത്.
അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തതോടുകൂടി ഈ ഒരു ഇതിൻ്റെ പാക്കിൻ്റെ ഇത് തീർന്നു. നമുക്കൊരു എക്സ്ട്രായും കൂടിയും കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പ്രൊഡക്റ്റും കൂടി നമുക്ക് വേണമെങ്കിൽ ഇതിന് ശേഷം ഈ ടാൻ റിമൂവൽ പാക്കിന് ഇട്ടതിന് ശേഷം ഒരു ഗ്ലോയും ഒരു സ്കിന്നിനൊക്കെ നല്ല സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പാക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. എന്നിട്ട് ബാക്കി അങ്ങനെ ഞാൻ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ടാനൊക്കെ നല്ല ടാനും ഡസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ പോയി. ഇപ്പോൾ ടാൻ പോയിട്ടുണ്ട്. ഇനി സ്കിന്നിന് കുറച്ചും കൂടി ഗ്ലോയും കൂടിയും കിട്ടാനായിട്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റും കൂടി ഞാൻ പരിചയപ്പെട്ട അത് ഇത് ഇട്ടതിന് ശേഷം ഒരു പാക്കായിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഇട്ടാൽ മതി. അതാണ് എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡായ പ്ലമ്മിൻ്റെ ഒരു ഇത് ഫേസ് പാക്ക്. ആ ഒരു പാക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ല ക്ലിയർ ഫേസ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നേരത്തെ ഇട്ടപ്പോൾ ടാൻ മാത്രം പോയിട്ടുള്ളൂ. ഇനി നമുക്കൊന്ന് ഗ്ലോയും കൂടിയും കിട്ടണമെങ്കിൽ ഇത് കണ്ട ഗ്രീൻ ടീ അടങ്ങിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് കൂടി ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടിട്ട് തീരാറായി, സോറി. കാരണം ഞാൻ മിക്കപ്പോഴും ഇത് ഇടുന്നതാണ് ഗ്രീൻ ടീ. ഞാൻ ആദ്യം ഒരു ഹാൻഡ് റിമൂവൽ ഇട്ടിട്ട് അതിന് ശേഷം ഇതിപ്പോൾ ഈ പാക്കിങ്ങിന് ഇടാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ചുറ്റും ഇടണ്ട, അല്ലാണ്ട് അപ്പോൾ ഞാൻ ഫേസ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ണിൻ്റെ ചുറ്റും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കഴുത്തിൽ ചെവിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റ് അറിയാത്തവർക്ക് ഇതാണ് പ്രൊഡക്റ്റ്, പ്ലം ക്ലിയർ ഫേസ് മാസ്ക് കേട്ടോ. അപ്പോൾ ഇത് മേടിക്കണമെങ്കിൽ വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു റിസൾട്ടിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം ആദ്യം കാണിച്ചത് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടാൻ മാത്രം പോകും. ഇത് ഇടുമ്പോൾ ഇത്തിരി കൂടി എക്സ്ട്രാ ഗ്ലോ കിട്ടും. ഞാനിപ്പോൾ ഇടുന്നത് അങ്ങനെയാണ്, അതുകൊണ്ട് കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇതൊരു ബ്രാൻഡ് പ്രൊമോഷൻ അല്ല, ഞാൻ ചെയ്യുന്നത് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് പ്ലം. അപ്പോൾ പ്ലം ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് തന്നെ ഒരു അരമണിക്കൂറല്ല, ഒരു 15 മിനിറ്റ് റെസ്റ്റ് കൊടുത്തിട്ട് നമുക്കിത് വാഷ് ചെയ്ത് വരാം. ഓക്കെ, അങ്ങനെ നല്ലപോലെ അതും ഒരു 15 മിനിറ്റിന് ശേഷം ആ ഫേസ് പാക്കും ഞാൻ അങ്ങോട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കണ്ടോ, സ്കിന്നിപ്പോൾ ഭയങ്കര. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു മോയ്സ്ചറൈസർ ഏതെങ്കിലും നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നത് അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ മോയ്സ്ചറൈസർ ഒന്ന് യൂസ് ചെയ്തിട്ട് തീരാറായിനകത്ത്, സോറി, ഇല്ല തീർന്നിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഇത് മോയ്സ്ചറൈസർ അപ്പോൾ നിങ്ങൾ വർക്കിനൊക്കെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ പോകണമെങ്കിൽ നിങ്ങളുടെ സ്കിൻ റൂട്ടീൻ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാൻ എവിടെയും പോകണില്ല, ഞാനിവിടെ തന്നെ ഇരിക്കാൻ പറ്റും. അതാണ് ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ മാത്രം ഇട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ റൂട്ടീൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CTMP എൻ്റെ സ്കിൻ റൂട്ടീൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എൻ്റെ പേജിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഞാൻ പോവുകയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ വ്ളോഗ്സ് ബൈ കിരൺ ബ്ലാക്ക്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കണ്ടെത്തുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടാറ്റ ബൈ ബൈ, പിന്നെ ഒരിക്കൽ കാണാം.